അങ്ങനെ നമ്മൾ ടൈല് സെലക്ട് ചെയ്യേണ്ട ഒരു ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പിള്ളേരൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവർക്കും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അവരും കൂടി താമസിക്കേണ്ട ഒരു വീടാണല്ലോ. ചിലപ്പോൾ നമ്മളെക്കാൾ നല്ലൊരു ഓപ്ഷൻ അവർ പറഞ്ഞാലോ, പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. ശനിയാഴ്ചയായിരുന്നു, അവർക്ക് അവധിയായിരുന്നു. നമുക്കറിയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കുരിയച്ചിറയിൽ സിറ്റി എന്ന് പറയുന്ന ഒരു ടൈലിൻ്റെ ഷോപ്പുണ്ട്, അവിടെ അത്യാവശ്യം നല്ല സെലക്ഷനും ഉണ്ട്, അതേപോലെ റേറ്റും കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പറഞ്ഞ സിറ്റി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യം അതായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ വെച്ച് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ സിറ്റിയിലെത്തി. അവിടെ എന്തോ വാർഷികാഘോഷമൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ അതാ കർത്താവിൻ്റെ രൂപമൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സ്കൂട്ടറൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ടൈലൊക്കെ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ പോണ വഴിയിൽ ടൈല് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ട് ആസ്വദിക്കും കൂടെ ചെയ്യാമല്ലോ. അപ്പോൾ ഈ ബാത്ത് ടബ് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. നല്ല റേറ്റാണ് ഇതിന്, നമുക്ക് താങ്ങുന്നില്ല. ജസ്റ്റ് കണ്ട് വെള്ളമിറക്കി പോരാം, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ സിങ്കുകൾ, അടുക്കളയിലേക്ക് ആവശ്യമുള്ള സിങ്കുകൾ, ക്ലോസറ്റ്, പൈപ്പ്, അങ്ങനെ ബേസിൻ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടില്ലേ. ഇഷ്ടം പോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബേസിനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരേപോലത്തെ ഇഷ്ടങ്ങളായിരിക്കില്ലല്ലോ, അതേപോലെ തന്നെ എല്ലാവരുടെ ആവശ്യങ്ങളും ഒരേപോലെ ആയിരിക്കില്ല. അപ്പം ഞാൻ അവിടെയൊക്കെ നോക്കി നടന്നതിൽ ഞാൻ ഇഷ്ടപ്പെട്ട പോലെ ഒരു കാര്യമില്ല കേട്ടോ. എനിക്ക് ഇത്തിരി ഗ്ലാമറൊക്കെ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ ഒരു സംഭവം കിട്ടണം എന്നായിരുന്നു. ഒന്നാമത് നമ്മുടെ വീട് ഓടൊക്കെ ഇട്ടിട്ട് പഴയ രീതിയിൽ സെറ്റ് ചെയ്തേക്കണ ഒരു വീടായിരുന്നു. അപ്പോൾ അതിന് മാച്ചായ രീതിയിൽ വേണം ടൈല് കിട്ടാനായിട്ട്. നമ്മുടെ കൂടെ ഒരു ചേച്ചി വന്നു. ആ ചേച്ചി നമുക്ക് അത്യാവശ്യം ടൈലുകളൊക്കെ കാണിച്ചു തന്നു. പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങോട്ട് നമ്മുടെ വീടിന് സ്യൂട്ടായ രീതിയിലുള്ള ടൈലുകളൊന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ എനിക്ക് എങ്ങനെ പോയാലും മാറ്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നമ്മൾ പ്രായം കയറി വരികയാണല്ലോ. അപ്പോൾ ഈ സ്ലിപ്പ് ആവാനുള്ളൊരു ടെൻഡൻസി കുറയ്ക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഫുൾ ഗ്ലോസിയാണ്. നല്ല സെലക്ഷൻ ഉണ്ട് ഗ്ലോസിയിൽ. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് സംഭവം പോവോ എന്നുള്ളൊരു ടെൻഷനും കൂടെ നമുക്കുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോഴേ മാറ്റിൻ്റെ ടൈലിനൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 78, 68 അങ്ങനെയൊക്കെയുള്ള ബഡ്ജറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും മാറ്റ് താങ്ങണുണ്ടാവില്ല എന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അപ്പം ലിവിങ്ങിലും വരാന്തയിലൊക്കെ മാറ്റ് തന്നെ ഇടാം, അല്ലാണ്ട് വേറെ ഓപ്ഷനില്ല. കാരണം നമ്മുടെ വരാന്തയിൽ നല്ല രീതിയിൽ വെള്ളമാവണ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇനി ഗ്ലോസി കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ചിരിച്ച് മരിക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ അത് കാരണം ഞങ്ങൾ എന്തായാലും അവിടെ മാറ്റ് തന്നെ ഇടാം, കുറച്ച് കാശ് പോയാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. ചെറിയൊരു നിരാശ എനിക്കുണ്ടെങ്കിലും വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ എന്ന രീതിയിൽ ഗ്ലോസിന് തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. സാരമില്ല, എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ലിവിങ്ങിൽ മാറ്റിടാം, വരാന്തയിൽ മാറ്റിടാം, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഗ്ലോസി ആക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുക്കളയിലും എനിക്ക് മാറ്റ് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട്. സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ പലതിൻ്റെ വിലയും കാര്യങ്ങളും നോക്കി, തൊട്ട് നോക്കി, നമ്മുടെ വീടിനത് ചേരുമെന്ന് നോക്കി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്തു. അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് കണ്ടത്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആലോചിക്കൂ, എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. കണ്ടോ, ഇതൊക്കെ അവിടുത്തെ സെലക്ഷൻ തന്നെയാട്ടോ. അത് സെലക്ഷൻ ഇല്ലാതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല അടിപൊളി സെലക്ഷനായിരുന്നു. അങ്ങനെ നിരാശയോടുകൂടി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിട്ടോ. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളും എത്ര സ്ക്വയർ ഫീറ്റ് വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ പോണ വഴിയിൽ അപ്പോൾ ഏട്ടൻ ഞങ്ങൾക്ക് വിഷമം മാറാൻ വേണ്ടിയിട്ട് കരിമ്പ് ജ്യൂസ് വാങ്ങി തന്നു. അപ്പോൾ പാലക്കൽ പാടത്ത് നിന്നിട്ട് ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ട്, അപ്പോൾ ഏട്ടൻ ആ ബംഗാളിയൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ആളുടെ വീട് എവിടെയാണ്, കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ കരിമ്പ് ജ്യൂസ് കുടിച്ചത് മാത്രമാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസത്തിൽ നമുക്കൊരു സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം. എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ നടന്നാൽ എങ്ങനെയല്ലേ? അങ്ങനെ നടക്കണേൽ ഒരു രസമൊന്നുമില്ല. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒന്നും നടക്കാണ്ടൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ. നമ്മൾ വല്ലാണ്ട് സ്ട്രെയിൻ എടുക്കാനൊന്നും പോകണ്ടെന്ന് ഞാൻ വിചാരിച്ചു. കിട്ടണ സാധനം നോക്കി വാങ്ങിക്കാം. ഈ ഒരു കട മാത്രമല്ലല്ലോ, പിന്നെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, നോക്കി വാങ്ങിക്കാം. പിന്നെ എൻ്റെ മോള് പറഞ്ഞേ അമ്മ നമ്മൾ ഇപ്പോൾ ഈ ഒരു കടയിലല്ലേ പോയിട്ടുള്ളൂ, അവിടെ തീരെ നമ്മൾ വിചാരിച്ച പോലത്തെ സാധനങ്ങളില്ലാത്ത പോലെ തോന്നുക, അങ്ങനെ പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ വരാന്തയിലേക്ക് ആവശ്യമുള്ളൊരു ടൈല് എനിക്ക് അവിടെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയാണ് നമ്മുടെ കഥയിൽ ട്വിസ്റ്റ് വരാൻ പോണത്. അതെ, സെക്കൻഡ് ഡേ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാനും സ്മിത്തേട്ടനും മാത്രമായിട്ട് ഒരു ഷോപ്പിൽ പോയി. ആ ഷോപ്പിൻ്റെ പേര് F2C എന്നായിരുന്നു.
അത് ഒല്ലൂരാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് ഏട്ടനെ അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടെന്ന് ഏട്ടൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ എന്തോ സ്ക്രാച്ച് ആൻഡ് വിന്ന് അങ്ങനെയുള്ള കുറേ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളതൊന്നും നോക്കിയില്ല. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ചേച്ചിയാണ് നമ്മളെ ഡീൽ ചെയ്തത്. ചേച്ചിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, സോറി. അപ്പോൾ ചേച്ചി നല്ല അടിപൊളി ആയിരുന്നു. ചേച്ചി നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ചേച്ചി അത് കൃത്യമായിട്ട് നമ്മൾ ഡീൽ ചെയ്ത് തന്നു. നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നും നമ്മൾ സാധാരണക്കാരാണെന്നും നമ്മുടെ ബഡ്ജറ്റ് ഇത്രയാണെന്നൊക്കെ നമ്മൾ ചേച്ചിയുടെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞു. ഞങ്ങളുടെ വീട് എങ്ങനത്തെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേച്ചി നമ്മളെ കൊണ്ടുപോയിട്ട് എല്ലാ സാധനങ്ങളും കാണിച്ചു തന്നു. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഡ്രസ്സ് എടുത്ത് തരാൻ വേണ്ടി നമ്മളെ കൂടെ കൂടുന്ന ഒരാൾ, നമ്മുടെ ആവശ്യങ്ങളനുസരിച്ച് ചെയ്ത് തരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ലേ. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷയെക്കാളും ഫണ്ട് കുറവായിട്ടും നമ്മൾ നന്നായി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സ് വാങ്ങി നമുക്ക് പോരാൻ പറ്റും. അതേപോലെ തന്നെയായിരുന്നു അവിടുത്തെ ചേച്ചി കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടൈലുകൾ അവിടെ ഇപ്പോൾ 5 പീസ് ബാക്കി വരുന്നത് 15 പീസ് മാത്രം അല്ലെങ്കിൽ 20 പീസ് മാത്രം അങ്ങനെയൊക്കെ വരുന്ന പീസുകളുണ്ടല്ലോ, അവർ നല്ല റേറ്റ് കുറവിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് 88 രൂപയൊക്കെ ടൈല് കണ്ടില്ലേ, 38 രൂപ. അങ്ങനെ നമ്മുടെ ആഗ്രഹം പോലെ തന്നെ മാറ്റ് ടൈലുകൾ കിട്ടും ചെയ്തു. അധികം റേറ്റും വന്നില്ല. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമുക്ക് മാറ്റ് ടൈലുകൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് നമ്മുടെ ഫണ്ടിൽ ഒതുങ്ങി കിട്ടണമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 78 രൂപയുടെ ടൈലിന് 35 രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് 79 രൂപയുടെ ടൈലിന് 35 രൂപ, അതൊക്കെ സ്പെഷ്യൽ പ്രൈസ് ആയിരുന്നു അവരുടെ കേട്ടോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വരാന്തയും ഫ്രണ്ട് ഭാഗവും ഒഴിച്ച് ബാക്കി എല്ലാ അവിടത്തേക്കുള്ള ടൈൽസ് അവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്തു. അത്യാവശ്യം ഒരു കുളിർമയിൽ ഇരിക്കുമ്പോണ്ടടാ പിന്നെ ഒരു കുളിർമ, അതേ സ്ക്രാച്ച് ആൻഡ് വിൻ ഉണ്ടല്ലോ അവർക്ക്, അതിലെനിക്കൊരു ഫ്രൈ പാൻ കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാ. അങ്ങനെ F2C ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളുടെ ചേച്ചിക്കും താങ്ക് യു വെരി മച്ച്.